നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭൗതിക സുഖങ്ങളുടെയും കഴിവുകളുടെയും ഐശ്വര്യത്തിന്റെയും ആഡംബരപൂർണമായ ജീവിതത്തിന്റെയും കാരണം തന്നെ ശുക്രനാകുന്നു. അതിനാൽ ശുക്രൻ രാശിയോ നക്ഷത്രമോ മാറുമ്പോൾ അത് ആ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് അഥവാ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. സെപ്റ്റംബർ 2 ശുക്രൻ ഉത്രം നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബർ 13 വരെയാണ് ശുക്രൻ ഈ നക്ഷത്രത്തിൽ തുടരുന്നത്. ശുക്രന്റെ സ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം പല രാശിക്കാരിലും പല വിധത്തിലുള്ള നേട്ടങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും എന്നതാണ് വാസ്തവം. അത് എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രന്റെ നക്ഷത്രമാറ്റം വളരെയധികം ഗുണകരമായി തീരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇടവം രാശിയുടെ അധിപൻ തന്നെയാണ് ശുക്രൻ എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ശുക്രൻ നിലവിൽ ഈ രാശിയുടെ 5ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാനോ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനോ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ വിദ്യാർത്ഥികളാണ് എങ്കിൽ അവർക്ക് ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം ഭൗതിക സുഖങ്ങൾ വർദ്ധിക്കുകയും പ്രണയ സാഫല്യം ഉണ്ടാവുകയും വിവാഹത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം. എന്നാൽ പണം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ ഈ സമയം പ്രധാനമായും ചില തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം തർക്കങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരും. ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രന്റെ നക്ഷത്രമാറ്റം വളരെയധികം ലാഭപ്രദമായി മാറും. കാരണം ഈ സമയം സുഖകരമായ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. സമൃദ്ധിയും സുഖകരമായ ചില നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭൗതികമായ ചില സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാനും പ്രസംഗിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. അത് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതിനും ആകൃഷ്ടരാകുന്നതിനും സഹായകരമായി തീരും. പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വാഹനമോ വീടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ മറ്റു ചില കാര്യങ്ങൾ ഈ സമയം വാങ്ങുവാൻ അനുയോജ്യമായ സമയവും അതിനുള്ള ധനപരമായ നേട്ടങ്ങളും അഥവാ ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. ഈ സമയം സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പോസിറ്റീവായ പല കാര്യങ്ങളും ചെയ്യുവാനും കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ, കുടുംബാംഗങ്ങൾ ഏവരും ഒത്തൊരുമിച്ച് അത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കിടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഉല്ലാസയാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം പലവിധ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കയ്യെത്തും ദൂരത്ത് പല കാര്യങ്ങളും നഷ്ടമാകുന്നതായ അവസ്ഥകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഒഴിവായി പോകും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളും നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതായ സമയമാകുന്നു.
ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ ഈ സമയം പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് ശുക്രന്റെ ഈ നക്ഷത്രമാറ്റം പല വിധത്തിലുള്ള മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാണ് ഈ നക്ഷത്രമാറ്റം. നിങ്ങളുടെ ധനം, ഭാഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിൽ തന്നെയാണ് സംക്രമണം നടക്കുന്നത്. അതിനാൽ തന്നെ ഈ സമയം ഇവർക്ക് വളരെ ഭംഗിയായി സംസാരിക്കുവാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാനും കൂടുതൽ ആകർഷകമാക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ജോലിയിൽ അവസരങ്ങൾ തേടിയെത്തുക, ജോലിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറുകിട ബിസിനസ്സാണ് എങ്കിൽ പോലും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സമയം. അപ്രതീക്ഷിതമായി തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാം, പുതിയ അവസരങ്ങൾ വന്നു ചേരാം, പണം സമ്പാദിക്കുവാൻ സാധിക്കുന്നതായ സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. പുരോഗതി കൈവരിക്കുവാനുള്ള പല അവസരങ്ങളും നിങ്ങൾക്കായി എത്തും. ചിന്തകളും ആഗ്രഹങ്ങളും അത്തരത്തിലുള്ള പല കാര്യങ്ങളും അനുകൂലമായി തീരുന്നതായ സമയം. ഉദ്യോഗസ്ഥർക്കും അനുകൂലമാണ് സമയം. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം. കൂടാതെ ഈ സമയം ദീർഘദൂര യാത്രകൾക്കും മറ്റ് യാത്രകൾക്കും സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുവാനും നാട്ടിലേക്ക് തിരികെ വരാനും സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. എന്നാൽ ഈ സമയം അല്പമൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. എന്നാൽ പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ അഥവാ ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്.